ഹായ്. ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. ഞാനിന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോൾ എൻ്റെ അച്ഛനെ സ്വപ്നം കണ്ടുകൊണ്ടാണ് ഞാൻ എഴുന്നേറ്റത്. അപ്പോൾ നമ്മുടെ ലൈഫിൽ മുമ്പ് സംഭവിച്ച എന്തൊക്കെയോ ഇൻസിഡൻസ് ആണ് ഞാൻ കണ്ടത്. മുമ്പുണ്ടായിരുന്ന പല ഇൻസിഡൻസും ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ. അങ്ങനെ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം വന്നു കേട്ടോ. കാരണം സ്വപ്നമാണല്ലോ എന്ന് ഓർത്തിട്ട് എൻ്റെ അച്ഛനിപ്പോൾ ഞങ്ങളുടെ കൂടെ ഇല്ല. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം വന്നു. അപ്പോൾ ഞാനിങ്ങനെ ഒരു കാര്യം ഇങ്ങനെ മുമ്പൊക്കെ പറയണമെന്ന് വിചാരിച്ചൊരു വീഡിയോ ഇടണമെന്ന് വിചാരിച്ചായിരുന്നു കേട്ടോ. ഞാൻ പണ്ട് അച്ഛൻ അസുഖമായിട്ട് VRS എടുത്ത് വീട്ടിലിരിക്കുകയായിരുന്നു റിട്ടയർമെൻ്റ് ആയിട്ട്. ആ സമയത്ത് എനിക്ക് സാറ്റർഡേ സൺഡേ ആണ് എനിക്ക് ഒഴിവുണ്ടാവുന്നത്. ഐ മീൻ ഫ്രീ ആയിട്ടിരിക്കുന്നത്. ഞാൻ ബാക്കിയുള്ള ദിവസം ജോലിക്ക് പോകുമല്ലോ. അപ്പോൾ സാറ്റർഡേ സൺഡേ എൻ്റെ അച്ഛൻ്റെ പെങ്ങളുടെ വീടുണ്ട് തൊട്ടടുത്ത് തന്നെ, ഒരു 2 മിനിറ്റ് നടക്കാനേ ഉള്ളൂ. അപ്പം ഞങ്ങളല്ല, ഞാനും എൻ്റെ ചേച്ചി ഉണ്ടാവും ചില ദിവസം. അല്ലെങ്കിൽ ഞാൻ എന്തായാലും ഒരു ഉച്ച കഴിഞ്ഞ് ഒരു 3 മണിയൊക്കെ ആവുന്ന സമയത്തേക്ക് ഞാൻ മെല്ലെ നടന്ന് 3 മണി ആവണ്ട, അതിന് മുമ്പ് തന്നെ നടന്ന് അപ്പുറത്തോട്ട് പോകും കേട്ടോ. അവിടെ കഥ പറഞ്ഞ് പരിദോഷം പറഞ്ഞിരിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഞാൻ പോകുന്ന സമയത്ത് എൻ്റെ അച്ഛൻ എൻ്റെ അടുത്ത് പറയും, നീ എന്താണ് ഒരു ലീവുള്ള ദിവസമായിട്ട് എപ്പോഴും അങ്ങോട്ട് പോകുന്നത്, നിനക്ക് എന്താ എൻ്റെ അടുത്ത് കുറച്ച് നേരം സംസാരിച്ചിരുന്നാലും. അപ്പോൾ ഞാൻ വലിയ കാര്യമാക്കത്തില്ല, നമ്മളങ്ങനെ വലിയ കാര്യമാക്കാതെ ഞാനങ്ങ് പോകും കേട്ടോ. പക്ഷേ ഉണ്ടല്ലോ, പെട്ടെന്നൊരു ദിവസം എൻ്റെ അച്ഛൻ അങ്ങ് പോയി. അതിന് ശേഷം ഞാൻ ആ ദിവസത്തിനെ കുറിച്ച് ഓർക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ അച്ഛൻ പോയതിന് ശേഷം ഞാൻ ആ ദിവസങ്ങളിങ്ങനെ ഓർക്കും. അപ്പോൾ എനിക്ക് ഭയങ്കര ഇവിടെ ഇങ്ങനെ നമുക്ക് നെഞ്ചത്ത് ഇങ്ങനെ കുത്തും. കാരണം നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലല്ലോ നമ്മുടെ അച്ഛൻ ഇച്ചിരി ദിവസം കൂടെ നമ്മുടെ കൂടെ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഇത്രയും ദിവസം അച്ഛൻ ജീവിച്ചിരിക്കുള്ളൂ എന്നൊന്നും നമ്മൾ ഒരിക്കലും ആ സമയത്ത് ചിന്തിക്കില്ല. പക്ഷേ ആ അച്ഛൻ പോയി കഴിഞ്ഞതിന് ശേഷം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ദിവസവും ഞാൻ സത്യം എൻ്റെ ഇവിടെ നിന്ന് ഹൃദയം പൊട്ടുന്ന വേദന ഉണ്ടാവാറുണ്ട്. ഞാൻ എന്തിനാ അന്ന് അങ്ങോട്ട് പോയത്, അല്ലെങ്കിൽ എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന സമയം എനിക്ക് എൻ്റെ അച്ഛൻ്റെ അടുത്ത് അച്ഛൻ്റെ കൂടെ സ്പെൻഡ് ചെയ്താൽ മതിയായിരുന്നല്ലോ. അല്ലെങ്കിൽ അങ്ങനെയുള്ള പിന്നെ വന്ന ശനി ഞായറും ഒക്കെ ഞാൻ അങ്ങനെ വിചാരിക്കും, അന്ന് ഇവിടെ ഇരുന്നാൽ മതിയായിരുന്നു എന്നൊക്കെ. ഞാനിത് കരയാതെ പറയാൻ വേണ്ടിയിട്ടാണ് വിചാരിച്ചത് കേട്ടോ. പക്ഷേ ഞാൻ വീഡിയോ ഓഫാക്കി നോക്കി, എന്നിട്ടൊക്കെ സെറ്റായിട്ടായിരുന്നു. പക്ഷേ എനിക്ക് പറയുമ്പോൾ വരുന്നത് അതുകൊണ്ടല്ല, അത് ആരെയും കാണിക്കാൻ വേണ്ടിയിട്ടൊന്നല്ല. അങ്ങനെ ഞാൻ ഒരുപാട് പിന്നെയുള്ള എല്ലാ ദിവസങ്ങളിലും സ്റ്റിൽ ഞാനത് എന്നെ ഹോണ്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞാൻ ആ ഒരു സമയം എൻ്റെ അച്ഛന് കൊടുത്തിട്ടില്ലല്ലോ എന്ന്. അപ്പം എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ അച്ഛനും അമ്മയൊക്കെ ഉണ്ടെങ്കിലുണ്ടല്ലോ ചേർത്തങ്ങ് പിടിക്കുക കേട്ടോ. കാരണം ഇപ്പം ഞാൻ നാട്ടിലില്ല. അപ്പം ഇപ്പം എനിക്കിവിടെ ഇരിക്കുമ്പോൾ എൻ്റെ അമ്മയെക്കുറിച്ച് ഓർത്തിട്ട് ഭയങ്കര വിഷമമാണ്. ഞാൻ പൊതുവേ അങ്ങനെ ഫാമിലിയായിട്ട് ഭയങ്കര അറ്റാച്ച്മെൻറ്റ് പ്രകടിപ്പിക്കാത്ത ഒരാളാണ്. സ്നേഹം ഉണ്ടെങ്കിലും അത് ആരോടാണെങ്കിലും കേട്ടോ, എനിക്ക് അത്രയും ഇഷ്ടമുള്ള ആളുകളോട് ഞാനൊരിക്കലും അങ്ങനെ ഭയങ്കര അറ്റാച്ച്മെൻറ്റ് പ്രകടിപ്പിക്കാറില്ല. പക്ഷേ എനിക്ക് ഉള്ളിലുണ്ടാകും. അപ്പോൾ എൻ്റെ ഉള്ളിലുള്ളത് ഞാൻ അങ്ങനെ പുറത്തേക്ക് അങ്ങനെ പ്രകടിപ്പിക്കാത്ത ആളാണ്. പിന്നെയും ഇവിടെ വന്നപ്പോഴാണ് ഞാൻ ഇപ്പം അമ്മയെ ഞാൻ ഫ്രീക്വൻറ്റ് മീൻസ് എന്നാലും ദിവസമൊന്നും എനിക്ക് പറ്റാറില്ല, എന്നാലും പറ്റുന്ന പോലെ ഞാൻ വിളിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ പണ്ടാണെങ്കിൽ നാട്ടിൽ ആവുമ്പോൾ ഞാൻ എവിടെയെങ്കിലും പോയാൽ അങ്ങനെ അവരെ എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുക, അങ്ങനെയൊന്നും ചെയ്യൂല കേട്ടോ. അപ്പോൾ ഒന്നുമില്ല, പിന്നെ നമ്മൾ അവരില്ലാതായി കഴിഞ്ഞാൽ പിന്നെ ഓരോ സന്ദർഭം വരുമ്പോഴും നമ്മൾ ഓർക്കും, അവരുണ്ടായിരുന്നെങ്കിൽ. ഞാനാണെങ്കിൽ ഒരു 100 കാര്യങ്ങൾക്ക് ഓർത്തിട്ടുണ്ട്, എൻ്റെ അച്ഛനിപ്പം ഉണ്ടായിരുന്നെങ്കിൽ എന്നുള്ളത്. പക്ഷെ നമുക്ക് അത് കഴിഞ്ഞു പോയി, നമുക്ക് ആ ഒരു ജീവിതം കഴിഞ്ഞു. പിന്നെ നമ്മളൊരു അച്ഛനില്ലാത്ത കുട്ടിയാവുക എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, നമുക്ക് ആരും ഇല്ലാതാവുക എന്ന് തോന്നും ചില സമയത്ത് കേട്ടോ. അത് നമ്മുടെ ചുറ്റും ഇനി എത്ര ആളുകൾ ഉണ്ടായിട്ടും കാര്യമല്ല. ആ ഒരു സ്പേസ് നമുക്ക് നികത്താൻ വേണ്ടിയിട്ട് ഒരാളെ കൊണ്ടും സാധിക്കില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇപ്പം എൻ്റെ കേസിൽ എൻ്റെ ഹസ്ബൻഡ് എൻ്റെ കൂടെ ഉണ്ട്, എന്നെ നന്നായി കെയർ ചെയ്യുന്നുണ്ടൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും ആ സ്പേസ് നികത്താൻ ഒരാളെ പറ്റില്ല. അപ്പം ഇതിന് ചിലപ്പോൾ താഴെ നിങ്ങൾക്ക് പലർക്കും വ്യത്യസ്ത അഭിപ്രായം ഉണ്ടാവും. ചിലപ്പോൾ അങ്ങനെയുള്ള അച്ഛൻ, ഇങ്ങനെയുള്ള അച്ഛൻ, അങ്ങനെയുള്ള അത് ഉണ്ടായിരിക്കാം. ഞാൻ അങ്ങനെയല്ല, ഞാൻ വളരെ എന്താ പറയുക, സ്നേഹനിധിയായ അച്ഛനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അങ്ങനെയുള്ള അച്ഛന്മാരുള്ള കുട്ടികളോടാണ് ഞാൻ പറയുന്നത്. മറ്റുള്ളത് എനിക്ക് അനുഭവിക്കാത്തത് കൊണ്ട് എനിക്കറിയില്ല, ഞാൻ അതിനെക്കുറിച്ച് പറയാനും ആളല്ല. അപ്പോൾ നിങ്ങളുടെ കൂടെ നിൽക്കുന്നവരാണെങ്കിൽ ഞാൻ പറയട്ടെ, ചേർത്തങ്ങ് പിടിച്ചേക്കണം കേട്ടോ. കാരണം ഒരു ദിവസം അവരങ്ങ് പോയി കഴിഞ്ഞാൽ പിന്നെ ഉണ്ടല്ലോ നമുക്കുണ്ടാവുന്ന ഒരു ശൂന്യതയുണ്ട് കുറച്ച് കാലങ്ങൾ. ചിലർ പറയും, എന്താ പറയുക, എന്തോ പറയുമല്ലോ, വർഷങ്ങൾ കാലം മായ്ക്കാത്ത മുറിവുകളില്ലാന്ന്. ചുമ്മാതാട്ടോ, കാലം കഴിയും തോറും നമുക്കത് കൂടി വരികയുള്ളൂ. ഇപ്പോഴും എനിക്ക് ഇന്ന് രാവിലെയും
പല ഞാനിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഓർക്കുക. എത്ര തീവ്രമായിട്ട് നമ്മൾ പിന്നീട് ആഗ്രഹിച്ചാലും നമുക്കത് കിട്ടൂലല്ലോ. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പം ഉള്ളവർ സ്പേസ് കൊടുക്കുക. ഞാൻ ചെയ്ത പോലത്തെ മണ്ടത്തരങ്ങളൊന്നും ചെയ്യാതിരിക്കുക. അത്രേ പറയാനുള്ളൂ. ഞാനിന്ന് ഇങ്ങനെ കുറേ ഓർത്തത് കൊണ്ട് ഞാൻ ഇത് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാമെന്ന് കരുതി. അപ്പോൾ വേറെ ഒന്നുമില്ല. എല്ലാവർക്കും നല്ലത് വരട്ടെ. എല്ലാവരുടെയും അച്ഛന്മാർ ദീർഘായുസ്സോടെ ഇരിക്കട്ടെ. പിന്നെ ഒരു കാലം നമ്മളെല്ലാവരും പോകാനുള്ളത് തന്നെയാണ്. ഞാനിപ്പോൾ ഓർക്കും. ഇപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ മരിക്കുന്ന കാര്യം ആലോചിക്കുമ്പോൾ എൻ്റെ അച്ഛൻ മരിച്ചു പോയിട്ടുണ്ടല്ലോ, ചിലപ്പോൾ എൻ്റെ അച്ഛൻ അവിടെ ഉണ്ടാകും, അങ്ങനെ ഒരു കാര്യത്തിൽ സമാധാനിക്കാം. അല്ലാതെ ഒന്നുമില്ല. അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കട്ടെ. എല്ലാവരുടെയും അച്ഛന്മാർക്കും അമ്മമാർക്കും പാരൻസിനൊക്കെ നല്ലത് മാത്രം വരട്ടെ. ഇത്രയേ ഉള്ളൂ പറയാം. താങ്ക് യു.